ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പ്രോഗ്രാമിന് പോവുകയാണ്. അതായത് നമ്മുടെ ഏട്ടൻ്റെ ഒരു സംഘടന ഉണ്ട്, ഓൾ കേരള ഡ്രൈവർ ഫ്രീക്കേഴ്സ് പറഞ്ഞിട്ട് AKDF. അതിൻ്റെ മലപ്പുറം ജില്ലാ ഫാമിലി മീറ്റിന് പോകണതാണ് കേട്ടോ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് വെളുപ്പിനൊരു 7 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. രാവിലെ നല്ല തണുപ്പാണ്. സോ ഞങ്ങൾക്ക് ഇരുമ്പുഴി വരെ എത്തണം. കാരണം പോകാൻ നമുക്ക് കാറൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 4 പേരുണ്ടല്ലോ, ഞങ്ങൾ അമ്മയും കൂട്ടി പോകാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ കാറ് ചോദിച്ചു, ഞങ്ങൾക്ക് കിട്ടിയില്ല പോകാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങളങ്ങനെ സ്കൂട്ടി എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് വരെ, കാക്കാത്തോട് പാലം വരെ ഞങ്ങൾ സ്കൂട്ടിക്ക് പോയിട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നമുക്ക് ഇരുമ്പുഴി വരെ എത്തണം. ഞങ്ങൾ പാലത്തിൻ്റെ അവിടെ വണ്ടി നിർത്തി. കാണാം, മഞ്ഞുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് 7 മണിക്കൊക്കെ മഞ്ഞുള്ള സമയമാണ്. ഞങ്ങൾ കുഞ്ഞിനെ ടർക്കിയിലൊക്കെ പൊതിഞ്ഞു, പക്ഷെ അവളിതിങ്ങനെ വലിച്ചെടുക്കുകയാണ് ആമിട്ടോ. അപ്പം അവിടെ എത്തിയപ്പോൾ ഞാൻ ഏട്ടന് കൈമാറി. കുറേ നേരം അവൾ എടുത്ത് നടക്കാനും വയ്യ, കയ്യിലിങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോഴും നമുക്ക് കൈ വേദന വരും. അത് ഞങ്ങൾ പാലത്തുമ്പോൾ ഇറങ്ങി. ഇനി നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കണം. കുറച്ച് ദൂരത്താണ്. കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി നിർത്തിയോടൊന്നും ആ കാണുന്ന കെട്ടിടത്തിൻ്റെ അവിടെയാണ് കേട്ടോ വരുന്നത് ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. കാരണം ഇരുമ്പുഴി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജയേഷേട്ടൻ്റെ വണ്ടിയിൽ പോകുന്ന വെച്ചിട്ടായിരുന്നു. അങ്ങനെ ബസ് വന്നു, ഞങ്ങൾ ബസ്സിൽ കയറി. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് 3 ബസ് മാറി കയറേണ്ടതുണ്ട്. ആദ്യം പാണ്ടിക്കാട്ടേക്ക്, പിന്നെ അവിടെ നിന്ന് പാണ്ടിക്കാട് ടു മഞ്ചേരിയിൽ നിന്ന് നമുക്ക് മലപ്പുറം ബസ്സിൽ കയറിയിട്ട് വേണം ഈ ഇരുമ്പുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണം. അപ്പോൾ ഞാൻ എല്ലായിടത്തുനിന്നും ബസ് കയറണം എടുത്തിട്ടില്ല. മഞ്ചേരി വന്ന് ഇറങ്ങിയാണ് കാണുന്നത്. ഇനി നേരെ ഞങ്ങൾ കാറിൽ കയറുന്ന വീഡിയോ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജയശേട്ടനും നീച്ചേച്ചനും അവരുടെ കൂടെയാണ് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അതെ ഞങ്ങൾ അപ്പോൾ അത് അവിടെ എത്തുന്ന വീഡിയോ ആണ് പിന്നെ നിങ്ങൾ കാണുന്നത്. കാരണം അതിനിടയ്ക്ക് ചായ കുടിക്കാനൊക്കെ നിർത്തി. പക്ഷേ എല്ലാ പരിമിതികളുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല. ഇത് തിരൂർ കൂട്ടായി കടവ് റിസോർട്ടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, ഫസ്റ്റ് ടൈം. ഇങ്ങനെ തിരൂർ ഇങ്ങനൊരു കടവ് റിസോർട്ടുള്ളതൊന്നും നമുക്കറിയില്ല. ഇങ്ങനെ ഓരോ ഫാമിലി മീറ്റപ്പ് വെക്കുമ്പോഴാണ് നമ്മൾ പുതിയ ഓരോരോ സ്ഥലങ്ങൾ കാണുന്നത്. കഴിഞ്ഞ വർഷവും കുറച്ച് ഉള്ളോട്ടുള്ളൊരു ഫാം ഹൗസ് തന്നെയായിരുന്നു, അത് പേര് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ അവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കായലിൻ്റെ തീരത്താണ് നമ്മുടെ ഈ ഒരു കുഞ്ഞ് റിസോർട്ട് വരുന്നത്. ചെറിയ റിസോർട്ടാണ്. ഒരു ഫാമിലി, ഇപ്പോൾ 2-3 ഫാമിലി വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇവിടെ എൻട്രി ഇല്ല, അവർക്ക് മാത്രമായിട്ട് അങ്ങനെ. അപ്പോൾ രാവിലത്തെ ഒരു സമയം ഞങ്ങളൊരു 10 മണിയായി അവിടെ എത്തിയപ്പോഴേക്കും അത് ഓരോരോ ഫാമിലിയൊക്കെ വന്നു. ചിലർ വന്നുകൊണ്ടിരിക്കണം, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ ഞാൻ അവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്തെടുത്താണ്. കണ്ടോ, അവിടെ ആ കാണുന്ന കണ്ടൽക്കാടുകളാണ് കേട്ടോ. അവിടെ ഒരു ദ്വീപ് പോലെ കണ്ടൽക്കാടുകളുണ്ട്. പിന്നെ കുറേ ഫിഷിംഗ് ബോട്ട്സാണ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കാറ്റാണ്, വേറെ ഫാനിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, നല്ല കാറ്റാണ്. അപ്പോൾ ഏട്ടൻ വന്ന വഴിക്കതേ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച് അങ്ങനെ നിൽക്കുന്നു. ഞാനാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കണം. പിന്നെ അവരെൻ്റെ അടുത്ത് പ്രോഗ്രാം ഫസ്റ്റ് ഒന്ന് എൻ്റെ അടുത്ത് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതേ സുധിയേട്ടനാണ് ഇപ്പോഴത്തെ മലപ്പുറം ജില്ല അഡ്മിൻ വരുന്നത്. അപ്പോൾ സുധിയേട്ടൻ കണ്ട വഴിക്ക് എന്നോട് ചോദിക്കുന്നത് ഇപ്പോൾ ഒരു കണ്ടൻറ് ആയില്ലേ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ സുധിയേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇപ്പം കുറേ കാലത്തിന് ശേഷമാണ് എല്ലാവരെയും കാണുന്നത്. അപ്പോൾ കുറേ പേരടുത്ത് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഇത് ബിൻഷ, ഞാൻ ക്യാമറയും കൊണ്ട് വരുമ്പോഴേ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബിനിഷ ബാബു, അവർ വെന്നൂരാണ് സ്ഥലം. ഓരോരുത്തരൊക്കെ ഞാൻ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ തീരില്ല. സീസൺ 4 എല്ലാവരും വെൽക്കം ചെയ്യാണ് ഞാൻ. നമുക്ക് കഴിഞ്ഞ വർഷത്തേനേക്കാളും അടിച്ചു പൊളിക്കണം, നല്ലൊരു മെമ്മറി നമുക്ക് ഉണ്ടാക്കണം ഈ ഒരു മീറ്റിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിലെ KL10 ട്രസ്റ്റി, മെയിൻ അംഗം, മെയിൻ അഡ്മിൻസ് ആൻഡ് അഡ്മിൻസിനെല്ലാം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? ഞാൻ വിളിച്ചേ എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വരൂ. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ കൂടിയിരിക്കണ എല്ലാവരും ഈ ഫ്രണ്ടിലേക്ക് ഒന്ന് വന്നിരിക്കാമോ? ഫാമിലി മെമ്പേഴ്സ് ഓൾ പ്ലീസ് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ വന്നിരിക്കും. നമുക്ക് ചടങ്ങുകൾ എത്രയും പെട്ടെന്ന് തുടങ്ങണം. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കുട്ടികളുടെയൊക്കെ പ്രോഗ്രാം നമുക്ക് കാണാൻ. അപ്പോൾ സോ എല്ലാവരും വെൽക്കം ഓൾ. ഒരു ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങി അതിന്ന് 14 ജില്ലകളിലും 6 GCCകളിലും ഒക്കെ ആയി നിൽക്കുന്ന ഈ പ്രസ്ഥാനം നമ്മളിൽ ഓരോരുത്തരോട്, ഇത് ഞാനോ അല്ലെങ്കിൽ മറ്റൊരാളോ അല്ല, ഇനി നിങ്ങളിൽ മുന്നോട്ട് ആൾക്കാർ വന്നാലേ ഈ പ്രസ്ഥാനം വളരുകയുള്ളൂ. അപ്പോൾ ഓരോരുത്തരും മുന്നോട്ട്, എനിക്ക് ജോലിയുണ്ട്, ജോലിയോ കാര്യങ്ങളോ എല്ലാവരുടെയും എല്ലാം മാറ്റി വെച്ചിട്ട് ഒന്നും ആർക്കും നടക്കില്ല. അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും അഡ്മിന്മാരായി മുന്നോട്ട് കടന്നു വരണമെന്ന് മാത്രം അഭ്യർത്ഥനയോട് വെക്കുന്നു. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലാ മീറ്റ് ഏപ്രിൽ 6 എല്ലാവരെയും ഫാമിലി മീറ്റപ്പാണ് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നത്.
ഈ ഒരു ഫാമിലി മീറ്റപ്പ് ഇത് 4ാമത്തെയാണ് കേട്ടോ. നമ്മൾ 4ാമത്തെ വർഷമാണ് ഫാമിലി മീറ്റപ്പ് കൂടുന്നത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങും മീറ്റപ്പൊക്കെ വരാറുണ്ട്. പക്ഷേ ഫാമിലി ആയിട്ടില്ല. ഇത് ഫാമിലി ഇപ്പോൾ സീസൺ 4 ആണ് ഈ നടക്കുന്നത്. അപ്പോൾ AKDFനെ കുറിച്ചൊക്കെ കേട്ടല്ലോ. ഇത് ഒരു നമ്മൾ ഒരു പെട്ടെന്ന് അങ്ങ് വളർന്നു വന്നൊരു സംഘടനയാണിതിപ്പോൾ. ഏട്ടൻ തന്നെ കാസർഗോഡ് ടു തിരുവനന്തപുരത്ത് എല്ലായിടത്തും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഈ ഒരു AKDFൻ്റെ ഭാഗമായിട്ട് എന്തൊരാവശ്യത്തിന് വിളിച്ചാലും എല്ലായിടത്തും ആളുകൾ അവൈലബിൾ ആണ്. അത് ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ, എല്ലായിടത്തും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു മീറ്റപ്പ്, അതായത് ഈ ഒരു വർഷം തീരുമ്പോഴാണ് നമ്മൾ ഒരു മീറ്റപ്പ് വയ്ക്കുക. അപ്പോൾ നമ്മൾ പുതിയ ഒരാൾ ഇതിൻ്റെ അഡ്മിൻ സ്ഥാനത്തേക്ക് വരും, മലപ്പുറം ജില്ലയുടെ. അപ്പോൾ സുധീഷ് ചേട്ടനെ കണ്ടല്ലോ. സുധീഷ് ചേട്ടൻ ഇത്തവണ ഈ അഡ്മിൻ സ്ഥാനം ഒഴിഞ്ഞ് പുതിയ ആളെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒന്ന് രാവിലെ കണ്ടില്ലേ, ജയേഷേട്ടൻ ഇരുമ്പുഴി ചേട്ടനാണ് ഇനി അങ്ങോട്ടുള്ള മലപ്പുറം ജില്ലയുടെ മെയിൻ അഡ്മിനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ചടങ്ങും പിന്നെ നമ്മുടെ ആദരിക്കൽ ചടങ്ങൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുഞ്ഞിൻ്റെ കാര്യം നോക്കാനുണ്ട്. അപ്പോൾ ഞാൻ ശിവാനീനെയും ഏട്ടനെയും ഒക്കെ ഏൽപ്പിച്ചായിരുന്നു. 2 ഫോണിലായിട്ട് അവർ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ കോർത്തിണക്കിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യണത്. കുറേ ഏട്ടൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പോൾ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പരിചയപ്പെടുത്തുന്നില്ല. ഓക്കെ, ഈ ചടങ്ങിന് ശേഷം ഇത് നമ്മളൊരു 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 11:30 സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, പുറത്തെ ജില്ലയിൽ നിന്നും നമുക്ക് എക്സിക്യൂട്ടീവ്സ് വന്നിട്ടുണ്ട്. പാലക്കാട്ടിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, എറണാകുളത്ത് നിന്ന്, പല ജില്ലകളിൽ നിന്നും നമുക്ക് എക്സിക്യൂട്ടീവ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അത് അങ്ങനെ വരാറുണ്ട്. ഫാമിലി ആയിട്ടും വന്നവരുണ്ട് കേട്ടോ. ആലപ്പുഴയിൽ നിന്നൊക്കെ ഫാമിലി ആയിട്ട് വന്നവരുണ്ട്. എറണാകുളത്തു നിന്ന് ഫാമിലി ആയിട്ട് വന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു കൂട്ടായ്മയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതിൻ്റെ AKDFൻ്റെ ടീഷർട്ട്സ്, പിന്നെ ഡ്രീം ക്യാച്ചർ, കീ ചെയിൻ ഒക്കെ സെയിലും ഉണ്ട്. അങ്ങനെ അത് വാങ്ങിക്കുന്നവരുണ്ട്, രജിസ്ട്രേഷൻസ് കാര്യങ്ങൾ നോക്കുന്നവരുണ്ട്. എല്ലാവരും ഓരോരോ തിരക്കിലാണ്. ശിവ വന്ന പാടെ കുറേ കളിക്കാനാണ് പോയത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം പിടിച്ചു നിർത്തിയിട്ടാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. അവിടെ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കുണ്ട്. സോ വന്ന പാടെ ചിപ്പി, ജയശേട്ടൻ്റെയും നീജേശ്വരിയും മകള് ചിപ്പി, ശിവാനി, പാറു 3 പേരും കളിയോട് കളിയാണ്. ഒരു നേരെ അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഭയങ്കര കളിയായിരുന്നു. കാരണം അവർക്ക് പിന്നെ കുറച്ച് എൻജോയ് ചെയ്യാൻ സമയം കിട്ടിയില്ല, പിടിച്ച് നിർത്താൻ പറ്റില്ലല്ലോ. കുഞ്ഞുവാനെടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മ എടുത്താൽ മതി എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല കാറ്റ്. ശരിക്കും പറഞ്ഞാൽ തോണിയിലൊക്കെ പോകാൻ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ തോണിയിൽ പോയിട്ടില്ല. ഈ മിനി കപ്പൽ ഒക്കെ പോയിട്ടുണ്ട്, ബോട്ടിൽ പോയിട്ടുണ്ട്. പക്ഷേ തോണിയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഭയങ്കര ആഗ്രഹമായിരുന്നു പോകണമെന്ന്. ഇതാണ് കുട്ടികൾക്ക് ഇവിടെ അത്യാവശ്യം കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ടൈം പോകാനും എൻ്റർടൈൻമെൻറ്റിനും ആവശ്യമുള്ള ഉപകരണങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് സമയം പോകാൻ എളുപ്പമാണ്. ശിവയ്ക്ക് ആമീനെ നോക്കാൻ തന്നെ സമയം ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം ഞാൻ സ്റ്റേജിൽ കയറിയ സമയം കുറച്ച് സമയമൊക്കെ അവൾ മാനേജ് ചെയ്തു. പിന്നെ ഈ ആമി അങ്ങനെ ആരടുത്തേക്കും പോവില്ല, അതാണൊരു പ്രശ്നം. എന്നാലും കുറച്ച് സമയം മാലിന്യേച്ചി കുറച്ച് നേരം നോക്കി, അമ്മ കുറച്ച് നേരം എടുത്തു. ഉറങ്ങിയ സമയത്ത് സബിതേച്ചിയാണ് കുഞ്ഞിനെ മടിയിൽ വെച്ച് കേട്ടോ. അപ്പോഴാണ് ഞാൻ പിന്നെ ഓരോരോ ആക്ടിവിറ്റിക്ക്, അതായത് പാടാനും ഒക്കെ ആയിട്ട് സ്റ്റേജിലേക്കൊക്കെ പോയത്. സവിതേച്ചി എല്ലാവരും ഇങ്ങനെ കുഞ്ഞിനെ നോക്കുന്ന സമയത്താട്ടോ. അമ്മേനെ കൊണ്ടുപോകാൻ പറ്റിയുമില്ല. സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏട്ടനും തന്നെ കുറച്ച് ശരിക്കും അങ്ങോട്ട് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ആമീനെ എന്താ പറയുക, ഒന്നില്ലെങ്കിൽ ഞാൻ ഒന്നില്ലെങ്കിൽ ഏട്ടൻ, അങ്ങനെയായിരുന്നു കുറേ സമയം. ഇതാണ്ടോ ആമി ആരെങ്കിലുമൊക്കെ എടുത്ത് അപ്പം കരച്ചിൽ തുടങ്ങും, ഇതേ കരയാൻ തുടങ്ങി. അവൾക്ക് ഭയങ്കര പരിചയക്കേട്, അങ്ങനെ ആരുടെ പോവില്ല. ശിവ, ഞാൻ, ഏട്ടൻ. ഉറങ്ങിയ സമയത്ത് കുറച്ച് സമയം സബിതേച്ചി എടുത്തു. പിന്നെ കുറച്ച് സമയം മാലിനേച്ചിയുടെ മോളാണ് അമ്മു, സുബ്രേട്ടൻ, മാലിനേച്ചി. വിശദമായിട്ട് ഞാൻ ചിലപ്പോൾ ഷോർട്സിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് നേരമൊക്കെ നോക്കി. അങ്ങനെ പോയപ്പോഴാണ് നമുക്കൊന്ന് ഫ്രീ ആവാൻ സമയം കിട്ടിയത് കേട്ടോ. പിന്നെ വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല ആമി. ഞാൻ വിചാരിച്ചു കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കുന്നു, പക്ഷെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഈ സ്ഥലമൊക്കെ നല്ലോണം ഇഷ്ടമായി. ഈ ബോട്ട്, വെള്ളം, പിന്നെ അവിടെ നിറച്ച് കാക്കകളൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അവൾ ഭയങ്കര ഹാപ്പി. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് നമുക്ക് ബിരിയാണി ആയിരുന്നു. അത് പുറത്തുനിന്ന്, അതായത് മഞ്ചേരിയിൽ നിന്ന് ഏൽപ്പിച്ചാണ് കേട്ടോ. ബിരിയാണി കുഴപ്പമില്ല, അത്ര വിശന്നിരിക്കുന്ന ടൈമിലായപ്പോൾ കഴിച്ചു. ആവശ്യത്തിലേറെ ചിക്കൻ പീസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണി. അതങ്ങനെ കഴിച്ചതിന് ശേഷം നമുക്കിനി ഉച്ചയ്ക്ക് ശേഷമാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആരെങ്കിലും ഒരാൾ കഴിച്ചു വന്നിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ശിവ ഫസ്റ്റ് വേഗം കഴിച്ചു വന്നുകൊണ്ട് ഞാൻ ശിവയുടെ അടുത്ത് ആമീനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ കഴിക്കാൻ പോയത്. ഞാനും കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഏട്ടൻ കഴിച്ചത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ സ്റ്റാർട്ടായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോഴേക്ക് ആമിക്ക് കഴിക്കാനും കൊടുത്തിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴേക്ക് നമ്മുടെ സാലഡ് കഴിഞ്ഞു. അതുണ്ടായത്. ആദ്യമുള്ളവർക്കൊക്കെ വാരിക്കോരി കൊടുത്ത അവസാനം ഞങ്ങൾക്ക് കഴിക്കാൻ വന്നപ്പോഴേക്ക് സാലഡ് തീർന്നു കേട്ടോ. അപ്പം ഞാൻ വന്നപ്പോഴേക്ക് ഇതേ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്കെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നും സൗണ്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അറിയാലോ, കോപ്പിറൈറ്റ് വരും. ആ മോള് കളിക്കുന്നതിൻ്റെ വീഡിയോ മീൻസ് പാട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ കാണാവുന്നേ ഉള്ളൂ. അത് നമുക്ക് അങ്ങനെ ആഡ് ചെയ്യുമ്പോഴേക്കും കോപ്പിറൈറ്റ് വരികയാണല്ലോ. സോ ഇങ്ങനെ കാണാം, കളിക്കുന്നതൊക്കെ കാണാം. ശിവയുടെ ഒക്കെ സ്പോട്ട് ഡാൻസ് ആയിരുന്നു കേട്ടോ. ശിവ എന്നോട് ചോദിച്ചു, ഞാൻ കളിക്കണോ അമ്മ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കളിച്ചോ പറഞ്ഞു. എന്നാൽ ഫോൺ തരുമോ കുറച്ച് നേരം ചോദിച്ചിട്ട് അവൾ ഫോൺ എടുത്തു. ഏതൊക്കെയോ ഒരു പാട്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവളോട് സെറ്റല്ലേ ചോദിച്ചാൽ അമ്മ പാട്ട് വെച്ചാൽ ഞാൻ കളിച്ചോളാം എന്ന് പറഞ്ഞു. അവളങ്ങനെ ആ പാട്ട് വെച്ച് കളിച്ചു കേട്ടോ. ഇതിനിടയ്ക്ക് പാട്ട് പാടുന്നുണ്ട്. ഞാൻ ഇപ്പം സുബിനയാണ് പാടിയത്. സുബിന ഇങ്ങനെ പാടുന്ന കുട്ടിയാണ്. അത്യാവശ്യം നന്നായിട്ട് പാടും. പ്രോഗ്രാമിനൊക്കെ പോകുന്ന ആളാണ്. സോ അതായത് ഞാൻ ഈ ഹോസ്റ്റ് ഞാൻ തുടങ്ങി. പക്ഷേ ഹോസ്റ്റ് തുടങ്ങിയിട്ട് അപ്പോഴേക്ക് ആമി കരഞ്ഞപ്പോൾ ഞാൻ നൈസായിട്ട് സുബിനയ്ക്ക് കൈമാറി കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ബാക്കി സുബിനയാണ് ഹാൻഡിൽ ചെയ്തത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം സനോജേട്ടൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്തത്. ഞങ്ങൾക്ക് ആർക്കും അവസരം ഉണ്ടായിരുന്നില്ല. സനോജേട്ടൻ അത് നന്നായിട്ട് ചെയ്തു. ഇപ്പോൾ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചവർക്കൊക്കെയുള്ള ട്രോഫിയാണ് കേട്ടോ കൊടുത്തുകൊണ്ടിരിക്കണേ. ട്രോഫിയല്ല, മൊമെൻറ്റോ. ഇത്രയും പേര് പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാവർക്കും മൊമെൻറ്റോ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറേ പ്രോഗ്രാം മിസ്സിങ് ആണ്. കാരണം ആ സമയത്ത് ഏട്ടനും ഉണ്ടായിരുന്നില്ല ക്യാമറ മാനേജ് ചെയ്യാൻ. എൻ്റെ കയ്യിൽ ആമിയായിരുന്നു. കുറേ പാട്ടുകൾ തന്നെയാണ് കേട്ടോ. പാട്ടുകളായിരുന്നു കുറേ ഉണ്ടായിരുന്നത്. ഡാൻസ് കുറവായിരുന്നു. പക്ഷേ ഉള്ളത് തന്നെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ആമി കയ്യിലുള്ളത് കൊണ്ട്. ഏട്ടനപ്പോൾ വേറെ എന്തൊക്കെയോ ചുറ്റുപാട്ടിലായിരുന്നു. ശിവ അവിടെ കളിക്കാനും പോയി. കുറച്ച് പ്രോഗ്രാമിൻ്റെ മാത്രമേ ഉള്ളൂ വീഡിയോ വരുന്നത് കേട്ടോ. ഇത് മൊമെൻ്റൊക്കെ നൽകുന്ന എല്ലായിടത്തും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മാലിനീച്ചിന് ക്യാമറ ഏൽപ്പിച്ച് കൊടുത്തതായിരുന്നു. മാലിനീച്ചി നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് വെയിലിൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കളറ് മാറണേ. അവിടുത്തെ നമുക്ക് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതങ്ങനെ നൈസായിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിക്കണം. എനിക്കും കിട്ടി ഒരു മൊമെൻറ്റോ. ഞാനൊരു പാട്ട് പാടിയതിനൊരു മൊമെൻറ്റോ കിട്ടി. ഞാനും കുഞ്ഞും കൂടെ പോയിട്ടാണ് അത് വാങ്ങിച്ചത്. പിന്നെ ഏട്ടനും ഒരു മൊമെൻറ്റോ കിട്ടിയായിരുന്നു കേട്ടോ. ഈ ഒരു നിലമ്പൂർ നമുക്ക് ഈ ചൂരൽമലയിൽ ഇതുണ്ടായപ്പോൾ അതിൻ്റെ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങിയതിന് ഏട്ടനൊരു മൊമെൻറ്റോ കിട്ടിയായിരുന്നു. അതിൻ്റെയും വീഡിയോ കറക്റ്റ് കിട്ടിയില്ല. അത് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയി വാങ്ങിച്ചത്. പക്ഷേ അത് ഞങ്ങളുടെ രണ്ടാളുടെ ഫോണിലും ഇല്ല, വേറെ ആരുടെയോ ഫോണിലാണ് എടുത്ത്. പക്ഷേ അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ജസ്റ്റ് ഇത് ആങ്കറിങ്ങിന് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മൊമെൻ്റ് ആകുന്നുണ്ട് കേട്ടോ. എനിക്കും തന്നു, കാരണം ഞാനാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ അതിനാണ് എനിക്ക് തന്നെന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമായി. ഞാനതാണ് അപ്പോൾ പങ്കുവെച്ച് സുധിയേട്ടൻ്റെ അടുത്ത് 2 വാക്ക് സംസാരിച്ചതിനും എനിക്ക് മൊമെൻ്റ് വന്നാലും ഭയങ്കരമായ സന്തോഷമുണ്ട് എന്നാണ് കേട്ടോ ഞാൻ പങ്കുവെച്ചത്. അതൊന്നും നമുക്ക് എന്താണെന്ന് വെച്ചാൽ വോയിസ് കൊടുക്കാൻ പറ്റാത്തത് അവിടെയൊക്കെ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ കലാശക്കൊട്ടിലേക്ക് പോവുകയാണ്. വേറെ ആരും സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ആരും വരുന്നില്ല. ലേഡീസിൽ ഞാനും സുബിയും മാത്രമേ ഉള്ളൂ. സുബി പാടുന്നു, ഞാൻ കൂടെ നിൽക്കുന്നു. ഞാൻ മൈക്കില്ലാതെ പാടുന്നു, അങ്ങനെ പറയേണ്ടി വരും. കാരണം വേറെ ആരും വിളിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര ഷൈയാണ്. നമുക്കിനി അടുത്ത തവണത്തെ ഒരു മീറ്റപ്പ് ഉണ്ടെങ്കിൽ ഇതിനേക്കാളും ഉഷാറാക്കണം എന്നുള്ളൊരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് പേര് മാത്രം എൻജോയ് ചെയ്യുക, കുറച്ച് പേര് പുറത്തിരുന്ന് എൻജോയ് ചെയ്യുക, അതല്ല, എല്ലാവരും കൂടിയാണെങ്കിൽ വേണം എൻജോയ് ചെയ്യാൻ. അതല്ല അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇത് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ സ്റ്റേജിൽ. അവസാനം ഞാൻ ഏട്ടനൊക്കെ വിളിച്ച് വരുത്തിയത് സ്റ്റേജിലേക്ക് ആമീനെയും കൊണ്ട്. ആ വീഡിയോ ഒക്കെ എവിടെയാണോ, ആ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. ഞാനും ആമിയും പിന്നെ ഹൈദർക്കയും ഇവിടെ ഒരു കുറ്റിപ്പുറത്തൊരു ഉപേന്ദ്രൻ മാമയുണ്ട്, മാമൻ്റെ മോളുണ്ട് നർമിക, 1.5 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അവളും ആമി ഞങ്ങളിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ വരാനുണ്ട്. പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വരികയാണെങ്കിൽ ഞാൻ ഷോർട്സിലിടാം. ഓക്കെ, അത് എന്താ പറയുക, വെർട്ടിക്കലായിട്ട് എടുത്തതായിരിക്കാം, മിക്കവാറും അതായിരിക്കാം. അത് ചിലപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സ്യൂട്ടാവില്ല. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്യാം.
അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു രൂപം കേട്ടോ. ഒരു 4:30യോട് കൂടിയൊക്കെ പ്രോഗ്രാം അവസാനിപ്പിച്ച് ഓരോരുത്തരൊക്കെ പോയി തുടങ്ങി. 4:30 ആയപ്പോഴേക്ക് ഏകദേശം ഫാമിലീസൊക്കെ പിരിഞ്ഞു. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ പിരിയാനുള്ളൂ. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ സുധിയേട്ടൻ്റെ കൂടെയാണ് പോണത്. സുധീഷേട്ടൻ പെരിന്തൽമണ്ണയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബസ് കയറിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ ആളൊഴിഞ്ഞു, ആരുമില്ല. ഞങ്ങളും കൂടെ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫാമിലീസ് ഒന്നും ആരും പോകാനില്ല. ഞങ്ങളാണ് ലാസ്റ്റ് പോകാനുള്ള ഫാമിലി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന വഴി ഭയങ്കര ദാഹം. അപ്പോൾ ജസ്റ്റ് ഒരു ജ്യൂസ് കഴിക്കാനായിട്ട് നിർത്തി. അവരൊക്കെ മൗണ്ടൻ ഡ്യൂ എന്തൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും ശിവയും ഒരു ഓറഞ്ച് ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും ഓർഡർ ചെയ്തു. പിന്നെ പോകുന്ന വഴിയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അടുത്തത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി എന്ന് പറഞ്ഞാൽ ശിവയ്ക്ക് വിശക്കുന്നുണ്ട്, അവൾക്ക് ഷവർമ്മ വേണം പറഞ്ഞു. അവർ ബ്രോസ്റ്റും ഷവർമ്മയും പിന്നെ ഞാൻ അപ്പോൾ വീറ്റ് പൊറോട്ട മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. ആമി നല്ല ബഹളമായിരുന്നു ആ സമയത്ത്, അടങ്ങിയിരിക്കുന്നില്ല. അവർക്ക് ഇങ്ങനെ പ്ലേറ്റ് ഗ്ലാസ്സൊക്കെ എടുത്ത് കളിക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. സുധിയേട്ടൻ ഞങ്ങളുടെ വീട് വരെ, അതായത് കാക്കത്തോട് പാലം വരെ കൊണ്ടാക്കി തന്നു കേട്ടോ. അതിൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഫുഡ് കൊണ്ടുവന്നപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, സോ ക്ഷമിക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഡിയേഴ്സ്.